ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി, ഒരു പ്രൊഫഷണൽ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ്, ബിസിനസ് കോച്ചാണ്, കരിയർ കൗൺസിലറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏതൊരു നിലത്തും ഒരു വിള ഇറക്കുമ്പോൾ ആ നിലത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ നാട്ടിലെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്നുള്ളതും കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നമായി ജീവിക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല 100% ലിറ്ററസി ഉണ്ട്, 100% ഡിജിറ്റൽ ലിറ്ററസിയുമുണ്ട്. പക്ഷേ നമ്മുടെ കരിയർ ലിറ്ററസി വളരെ മോശമാണ്. ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളെ തട്ടിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ എത്രയോ പിന്നിലാണ് നമ്മുടെ കരിയർ ലിറ്ററസി എന്ന് മനസ്സിലാക്കുക. ഇതിന് പ്രധാനമായിട്ടുമുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ പാരൻസിനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ നമുക്കറിയാം, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെ പഠിച്ച ആളുകൾ, അതല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സുകൾ ഇന്ന കോഴ്സാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ആ കോഴ്സിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കഴിവല്ല ഈ കുട്ടിക്കുള്ളത് എന്നുള്ള തിരിച്ചറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തത് എക്സ്റ്റേണൽ പ്രഷറാണ്, പ്രധാനമായും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. എൻ്റെ കുട്ടിയെ ഡോക്ടറാക്കണം, എൻ്റെ കുട്ടിയെ എഞ്ചിനീയർ ആക്കണം എന്ന ഒരു രീതിയിൽ ആ കുട്ടിയുടെ ഒരു നങ്കൂരത്തെ ഒരു എഞ്ചിനീയറിലും ഒരു ഡോക്ടറിലും കെട്ടിയിടാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രമിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയാണ്. പകരം ആ കുട്ടിയുടെ കഴിവുകേടുകളും തിരിച്ചറിഞ്ഞ് ഏത് കോഴ്സാണ് ആ കുട്ടി എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നേരെയായ പാതയിലൂടെ ആ കുട്ടിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. മൂന്നാമത്തത് ലാക്ക് ഓഫ് അവയർനെസ് ആണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് നാട്ടിലെ മുഴുവൻ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വ്യത്യസ്ത കോഴ്സുകളെക്കുറിച്ചും അത് പഠിക്കാനുണ്ടാകുന്ന എഫേർട്ടിനെ കുറിച്ചും അത് എവിടേക്ക് അവൈലബിൾ ആണെന്നുള്ളതിനെക്കുറിച്ചും ശേഷം പഠിച്ചു വന്നതിന് ശേഷം വല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർക്കുള്ള അറിവില്ലായ്മയുമാണ്. ഇതൊക്കെയാണ് തെറ്റായ പാതയിലൂടെ നമ്മുടെ മക്കളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് കേരളം ഏറ്റവും കൂടുതൽ കരിയർ മിസ്മാച്ച് ഉള്ള ഒരു സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കോഴ്സുകൾ അല്ലെങ്കിൽ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ ഒരു വഴി കാണിക്കാൻ ആളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അവർ കരിയർ മിസ്മാച്ച് ഉള്ളവരായി മാറുകയും അത് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ സ്റ്റേറ്റിനെ എത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ റേറ്റുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സംസ്ഥാനം. ഇത് സംഭവിക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്തവരിലല്ല, ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരിലാണ് ഈ ആത്മഹത്യ സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേറ്റും കൂടിയാണ് കേരളം. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം കൊണ്ട് ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ നിന്ന് ജോലി കിട്ടാതെ ഔട്ടാകുന്നതിനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയാം. ആ രീതിയിൽ ജോലി കിട്ടാതിരിക്കുന്ന ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണ് നമ്മുടെ കേരളം എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കരിയർ മിസ്മാച്ച് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ആയി. ഇനി നമുക്ക് കോർ സബ്ജക്റ്റിലേക്ക് വരാം. ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആ പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ ഇൻട്രസ്റ്റ് തന്നെയാണ്, ആ കുട്ടിയുടെ താല്പര്യം തന്നെയാണ്. ഒരു ഡോക്ടറാകാൻ താല്പര്യമുള്ളവന് മാത്രമേ ഡോക്ടറായിട്ട് കാര്യമുള്ളൂ, അധ്യാപകനാകേണ്ടവൻ മാത്രമേ അധ്യാപകനായിട്ട് കാര്യമുള്ളൂ, ഒരു നേഴ്സ് ആകേണ്ട ആൾ മാത്രമേ നേഴ്സായിട്ട് കാര്യമുള്ളൂ. എപ്പോഴും അറപ്പും വെറുപ്പുമുള്ള ഒരാൾ നേഴ്സായാൽ അവിടെ ശോഭിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ കോഴ്സ് എടുക്കുന്ന കുട്ടിയുടെ, ആ വിദ്യാർത്ഥിയുടെ താല്പര്യത്തിനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കൾ തിരിച്ചറിയണം. ആ കുട്ടിക്ക് ആ മേഖല, ആ കോഴ്സല്ല, ആ കുട്ടി ജോലി ചെയ്യാൻ പോകുന്ന ആ മേഖല ഇഷ്ടമാണ് എങ്കിൽ മാത്രമേ ആ കുട്ടിയെ അത്തരം കോഴ്സുകളിലേക്ക് പറഞ്ഞേക്കാവൂ.
രണ്ടാമത്തേത് ആ കുട്ടിയുടെ കഴിവുകളെക്കുറിച്ച്, ആപ്റ്റിറ്റ്യൂഡെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ആ കുട്ടിക്ക് ആ കോഴ്സ് എടുത്തത് പഠിച്ച് പാസ്സായി വരാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. എൻജിനീയറിംഗ് മേഖലയിലേക്ക് പോകുമ്പോൾ അതിനാവശ്യമായുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിലേക്ക് പോകുമ്പോൾ അതിനാവശ്യമുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ കുട്ടിയിൽ ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടി തന്നെ വിലയിരുത്തിക്കൊണ്ട് അത് എനിക്ക് പഠിച്ചെടുത്ത് വരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് രണ്ടാമത്തേതായിട്ട് വരുന്നത്. എന്നാൽ മൂന്നാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുട്ടി ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് തിരഞ്ഞെടുത്തു, അത് വളരെ ഭംഗിയായിട്ട് ആ കുട്ടിക്ക് പഠിച്ചു വരാൻ സാധിക്കുന്നു. പക്ഷേ 4, 5, 6, 7 വർഷം എടുത്തുകൊണ്ട് അതിന് സമ്പത്തും സമയവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് ഈ കോഴ്സ് പഠിച്ച് പാസ്സായിട്ട് ഈ കുട്ടി വരുമ്പോൾ ഇതിനിവിടെ വല്ല സ്കോപ്പുമുണ്ടോ, വല്ല സാധ്യതയുമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതും. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഈ കോഴ്സിന് പഠിക്കാൻ പോകുന്ന കുട്ടിയിൽ നിന്ന് തന്നെയാണ്. സാധാരണ പറയാറുണ്ട്, നമ്മളൊരു സ്ഥാപനമാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും SWOT അനാലിസിസ് നടത്തണമെന്ന്. എന്ന് പറഞ്ഞാൽ SWOT. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്സ് ആണ്. ആ കുട്ടിയുടെ കഴിവുകൾ, ആ കുട്ടിയുടെ യുണീക്ക് ഏരിയാസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുകയും അത് എഴുതി വെക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് W ആണ്, എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്സസ്. ആ കുട്ടിയുടെ പോരായ്മകളുണ്ടായും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. ആ കഴിവുകൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ ആ കുട്ടിയുടെ പോരായ്മകളും വേണം തിരിച്ചറിയാൻ. ഇത് രണ്ടും ടാലി ചെയ്ത് വേണം ആ കുട്ടിക്ക് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് കഴിഞ്ഞ് ആ കുട്ടി പുറത്ത് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ്. തനിക്ക് ചുറ്റും ഈ കോഴ്സ് ഞാൻ കഴിഞ്ഞ് വരുമ്പം എനിക്ക് എന്നെ എക്സൽ ചെയ്യാൻ പറ്റിയ അവസരങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കേണ്ടതും, അത് ഇന്ന് കോഴ്സിന് പോകുമ്പം ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചല്ല വിലയിരുത്തേണ്ടത്. ഈ കോഴ്സ് എത്ര ഡ്യൂറേഷൻ ഉണ്ടോ ആ കാലം കഴിഞ്ഞ് ഈ കുട്ടി ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നേടി, ഡിഗ്രി എല്ലാം നേടി വരുമ്പോൾ അതിന് ഈ നാട്ടിൽ വല്ല സ്കോപ്പും ഉണ്ടാകുമോ എന്ന് തിരിച്ചറിയണം. അങ്ങനെയാണ് മൂന്നാമത്തെ കാര്യം കൂടി വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ നാലാമത്തെ ത്രെഡ്സുകളാണ്, ഭീഷണികൾ വരാൻ ഏത് കാലത്തും ഏത് കോഴ്സിനാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും യാതൊരു പഞ്ചവുമില്ല. ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വരാൻ സാധ്യതയുള്ള ഭീഷണികൾ തൻ്റെ കഴിവുകൾ വെച്ചുകൊണ്ട് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്ന് ഈ കുട്ടി കൃത്യമായിട്ട് വിലയിരുത്തണം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പഴയ കാലത്ത് കുറച്ച് മുമ്പ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതിന് മുമ്പ് കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വന്ന ഒരാൾ ഇന്ന് അത് മാത്രം ബേസ് ചെയ്തുകൊണ്ട്, അന്ന് പഠിച്ചത് മാത്രം ബേസ് ചെയ്തുകൊണ്ട് അയാൾ കോഡിങ് നടത്തുമ്പം അയാൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ 5 മിനിറ്റ് കൊണ്ട് AI ചെയ്യും. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇൻറ്റീരിയർ ഡിസൈൻ പഴയ രീതിയിൽ പഠിച്ചു വന്ന ഒരാൾ പുതിയ അപ്ഡേഷൻസ് ഒന്നുമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അദ്ദേഹത്തിൻ്റെ മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്താതെ അദ്ദേഹം ഒരു ഡിസൈനിങ് നടത്തുന്നത് 2, 3, 4 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നവർക്ക് ഇന്ന് AI 10 മിനിറ്റ് കൊണ്ട് ചെയ്യും. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ച് അതോടൊപ്പം സഞ്ചരിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും അത് തന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് അതിനെ തനിക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് തൻ്റെ മേഖലയിൽ അത് ഗുണകരമായി ഭവിക്കുന്ന രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരുമായിരിക്കണം ഈ വിദ്യാർത്ഥി. അതുകൊണ്ട് ഈ SWOT അനാലിസിസ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കരിയർ നിശ്ചയിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഈ വിദ്യാർത്ഥിയും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് 1, ആ കുട്ടിക്ക് ആ കോഴ്സ് മേഖല, കരിയർ മേഖല ഇഷ്ടമാണോ എന്ന് വിലയിരുത്തണം. 2, ആ മേഖലയിൽ പഠിച്ചെടുക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഉള്ള ആളാണോ ഈ കുട്ടി എന്ന് മനസ്സിലാക്കുക. 3, ഇതൊക്കെ പഠിച്ചെടുത്ത് വരുമ്പം ഇവിടെ വല്ല സ്കോപ്പും ഉണ്ടോ എന്നും കൂടി വിലയിരുത്തേണ്ടതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മുടെ നാട്ടിലെ അവസ്ഥ പറഞ്ഞു. രണ്ടാമത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, മാർക്കറ്റ് ഡിമാൻഡ്. ഈ 3 കാര്യങ്ങളും നാം ശ്രദ്ധിക്കുമ്പോൾ അത് കൃത്യമായി ആ കോഴ്സിലേക്ക് ചേരാൻ പോകുന്ന, ആ കരിയർ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ വിദ്യാർത്ഥിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം. അവിടെ ആ വിദ്യാർത്ഥിയുടെ കഴിവുകേടുകളും തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് വേണം ഓരോ കോഴ്സുകളും ഓരോ കരിയറും നിശ്ചയിക്കാൻ. അങ്ങനെ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാകാം.
തിരിച്ചറിയുക. നാം ഒരു നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുന്നതും നല്ല കരിയർ കണ്ടെത്തുന്നതും നല്ല ശമ്പളമുള്ള ജോലി തേടുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഒരുപക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കരിയർ തിരഞ്ഞെടുത്താൽ നമുക്ക് പഠിച്ച് പാസ്സായിട്ടുണ്ടാകും, ഒരുപക്ഷെ ജോലി കിട്ടിയിട്ടുണ്ടാവും, നല്ല ശമ്പളവും ഉണ്ടാവും. പക്ഷേ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നല്ല ഒരു കരിയർ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയറാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ ജോലി ചെയ്യുന്നതിന് പകരം നമ്മൾ സന്തോഷപ്രദമായി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ അൾട്ടിമേറ്റ് എയിമായിട്ടുള്ള സുഖവും സന്തോഷവും കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഒരു കോഴ്സ്, ഒരു കരിയർ നിശ്ചയിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇവിടെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധമുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ആളുകളുമായി സംസാരിക്കുകയും ഇന്ന കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനാവശ്യമായ നല്ല കരിയർ കൗൺസിലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കേണ്ടത്. കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നിങ്ങളുടെ മക്കളുടെ ഇനിയുള്ള ജീവിതകാലത്ത് എന്താണോ എന്നുള്ളത് നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ബോധത്തോടു കൂടി ആ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അതിന് ഏറ്റവും അനുയോജ്യമായ ആ മേഖലയിൽ ഏറ്റവും അറിവുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ എന്ന് മാത്രമാണ് ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.